രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയും പാലക്കാട്ടെ എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ. ഓരോ സർക്കാർ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ജനങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും എൻ്റെ കേരളം സ്റ്റാളുകളിൽ നിന്ന് ലഭിക്കും. ഉറച്ച ചുവടുകളിൽ മുന്നേറുന്ന കേരളം എന്ന തലക്കെട്ടിൽ കേരളം മാറിയതെങ്ങനെയെല്ലാം എന്ന് കാണിക്കുകയാണ് പാലക്കാട്ടെ എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ. 100-ലധികം സ്റ്റാളുകളുള്ള ശീതീകരിച്ച ആധുനിക പന്തലിൽ ഓരോരുത്തരെയും വരവേൽക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റിയ മെട്രോയുടെ ഭാഗമായുള്ള വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ. വൻകിട പദ്ധതികളെ പോലെ തന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ കരുതലിന്റെ കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണവും സ്റ്റാളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പരമ്പരാഗത തൊഴിലാളികളെ ചേർത്തുപിടിക്കുന്നു എന്നറിയിച്ചാണ് മൺപാത്ര നിർമ്മാണവും വിൽപ്പനയും. ഈ കൈകളിൽ രൂപപ്പെടുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും വിപണിയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മോഹനകൃഷ്ണൻ. ഈ മണ്ണിൽ കെമിക്കൽ ഉണ്ടോ, ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളത് കാര്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർ വാങ്ങിക്കാറുണ്ട്. കാരണം ഇവിടെ ആകുമ്പോൾ എല്ലാം ഇപ്പോൾ പാലക്കാട് നിന്ന് മാത്രമല്ല, ഇവിടെ നിന്നുള്ള ജനങ്ങളിവിടെ എത്തിപ്പെടുന്നുണ്ട്, ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഇത് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ വികസന നേട്ടങ്ങളെല്ലാം കാണാം ഈ ചുമരുകളിലെ ചിത്രങ്ങളിലൂടെ. സർക്കാർ വിദ്യാലയങ്ങളിലെ പുതിയ ബഹുനില കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂം, ആരോഗ്യമേഖലയെ മികവുറ്റതാക്കിയ ആധുനിക കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും, സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണരൂപം എല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ ഈ സ്റ്റാളുകളിൽ. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനവും പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണ രീതികളുമെല്ലാം പൊതുജനങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട് ഇവിടെ. ഒപ്പം സേനയുടെ ആയുധശേഖരവും കാണാം. പുതിയ കാലം നിർമ്മിത ബുദ്ധിയുടേതാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് IT മിഷൻ AI അധ്യാപികയിലൂടെ. ചോദ്യങ്ങൾക്കുത്തരം പറഞ്ഞു തന്നും ഹസ്തദാനം നൽകിയും ഓരോരുത്തരെയും സ്വീകരിക്കും ഈ AI അധ്യാപിക. APJ Abdul Kalam. APJ Abdul Kalam was an Indian aerospace scientist in the 11th presidency. വ്യവസായ സൗഹൃദമായ കേരളത്തെക്കുറിച്ച് വിശദമായ വിവരണങ്ങളുണ്ട് വ്യവസായ വാണിജ്യ വകുപ്പിന്. പുതിയ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ വിപണി കണ്ടെത്തണം തുടങ്ങി മുഴുവൻ സമയ സഹായവും നൽകുന്നുണ്ട് വ്യവസായ വാണിജ്യ വകുപ്പ്. ഒരു സംരംഭകൻ വന്നു കഴിഞ്ഞാൽ പ്രധാനമായും ഈ സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അതുപോലെ മെഷീനറി, ഇപ്പോൾ പ്രൊഡക്ഷനാണെങ്കിൽ മെഷീനറി, സർവീസിലും വരാതെ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ്, എവിടേക്ക് ഇത് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. തീർത്തും നല്ലൊരു സപ്പോർട്ട് ഒരു സംരംഭം തുടങ്ങി എങ്ങനെ വിജയിപ്പിക്കാം, അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വ്യവസായ വകുപ്പ്. മൃഗസംരക്ഷണ വകുപ്പ് പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയല്ല, പകരം നേരിട്ട് ബോധ്യപ്പെടുത്തി നൽകുന്നു. കായിക മേഖലയുടെ പ്രാധാന്യം, അവയ്ക്കാവശ്യമായ പരിശീലനം തുടങ്ങിയവയ്ക്കുമുണ്ട് നിരവധി അന്വേഷകർ. കണ്ടും കേട്ടും സ്റ്റാളിന് പുറത്തിറങ്ങിയാൽ 4ാം വർഷത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഓരോരുത്തർക്കും വിലയിരുത്താനാകും എന്നതാണ് എൻ്റെ കേരളത്തിന്റെ പ്രത്യേകത. ന്യൂസ് മലയാളം, പാലക്കാട്.